നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അന്യോന്യം ആളിനെ മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചത്. എന്നാൽ ഈ നാളുകളിലെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഭൗമിക നമ്മുടെ ഉയരത്തിലുള്ള ശരീരം, സ്വർഗീയ ശരീരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. ബൈബിളിലെ ഏറ്റവും പരമപ്രധാനമായി ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉത്കൃഷ്ടതയായിട്ടുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ക്ലിയറായിട്ട് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നും നാളെയുള്ള ക്ലാസ്സുകളും ഒക്കെ അതിൻ്റെ ഒരു സ്റ്റഡിയായിട്ട് തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ ഭൗമിക ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും വീണ്ടും ഉയർക്കുക അല്ലെങ്കിൽ വീണ്ടും ഉദ്ധാരണം. ഗ്രീക്കിലെ അനസ്റ്റസിസ് എന്ന് പറയുന്നൊരു വാക്കാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നമുക്കറിയാം, ആത്മാവും ദേഹിയും ഒരിക്കലും മരിക്കുന്നില്ല. അത് കർത്താവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. അന്നേരം പുനരുത്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറയുന്ന ഉൽപ്രാവണമല്ല, പുനരുത്ഥാനമാണ്. കർത്താവിലായിരിക്കുന്ന യേശുക്രിസ്തു എന്ന തലയായിട്ടുള്ള സഭയിലെ അവയവങ്ങളായിട്ടുള്ള അംഗങ്ങളെ പോലെ ചേർന്നിരിക്കുമ്പോൾ അതുപോലെ തന്നെ മരിച്ചിട്ടുള്ളവർ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. അതായത് ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് പ്രാക്ടിക്കലി അതിനകത്ത് നമ്മൾ ചിന്തിച്ചാൽ, ഈ ആത്മാവ് നമ്മുടെ ഈ അടക്കപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട, നശിപ്പിക്കപ്പെട്ട, കരിച്ചു കളഞ്ഞ എന്തൊക്കെയോ ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലോ എവിടെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഭാഗം ഉണ്ടാകത്തില്ല, എല്ലാം തീർന്നു പോയിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ ശരീരം, ജഡീയമായിട്ടുള്ള ഈ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലുള്ള എന്തെങ്കിലും ഒരു ഭാവം എന്തെങ്കിലും കാണുമായിരിക്കും. നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണ്. അന്നേരം അവൾ വന്ന് ചേർന്നിട്ട് പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടും. അതാണ് ഉയർക്കുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? കല്ലറകൾ വിശ്രമിക്കുന്നു. നേരത്തെ പറഞ്ഞു, സിമിട്രി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലം. കൊമിട്രിയോൻ എന്നുള്ള വേർഡിൽ നിന്ന് വന്നാണ് ഉറങ്ങുന്ന സ്ഥലം എന്നൊക്കെയുള്ള മീനിങ് ആണ്. അത് അവരുടെ നിദ്രയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. നിദ്ര പ്രാപിക്കുമ്പോഴേ എന്താ സംഭവിക്കുന്നു? ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നു. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ആത്മാവ് നമ്മുടെ ജഡീയ ശരീരത്തിലേക്ക് വീണ്ടും വന്നിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. അതായത് ഈ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിൽ മാത്രം നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ അരിഷ്ട മനുഷ്യരാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. ഈ ലോകത്തിൽ കൊണ്ടുവന്ന് നമ്മളെ വിശുദ്ധീകരിച്ചെല്ലാം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു മാർഗം കാണിച്ചത്. അവനിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു വലിയ ചിന്ത, അല്ലെങ്കിൽ ചിന്തയല്ല, വലിയൊരു തത്വം അത് കൊണ്ടുവരികയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസം. കർത്താവിൽ വിശ്വസിക്കുക, വേറെ ഒന്നും പറയുന്നില്ല. കർത്താവിൽ വിശ്വസിക്കുക. എന്തിനാണ്? എറ്റേണൽ ലൈഫിനായിട്ട്, നിത്യമായിട്ടുള്ളൊരു ജീവിതത്തിന്. ശരീരത്തിൻ്റെ മരണത്തോടു കൂടി പൊടിയിൽ നിന്ന് എടുത്ത മനുഷ്യൻ മണ്ണിലേക്ക് ചേരുന്നു. എന്നാൽ ആത്മാവ് അത് നൽകിയ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. സഭാപ്രസംഗി 12:7 പറയുന്നത്. അതായത് ദേഹത്തിന് മരണം സംഭവിക്കുന്നുണ്ടെങ്കിലും ദേഹിയും ആത്മാവും മരണം സംഭവിക്കുന്നില്ലെന്നും പുനരുത്ഥാനം ഉണ്ടാകുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ വിശ്വാസികൾക്കെല്ലാം പുനരുത്ഥാനം ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ക്രിസ്തു സ്വർഗീയ ശരീരം ധരിച്ചതുപോലെ നാമും സ്വർഗീയ ശരീരം ധരിക്കും. അതിനെയാണ് പുനരുത്ഥാനം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. യേശു 3 നാൾ കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പിതാക്കന്മാരൊക്കെ മരിച്ചിട്ട് ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഇതുവരെ. അവരെല്ലാം കല്ലറയിൽ വിശ്രമിക്കുകയാണെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ മണ്ണിൽ ജീർണിച്ച് അഴുകി പോയ ഭൗതിക ശരീരത്തിൻ്റെ പുനർനിർമ്മാണമല്ല, പ്രത്യുത നവീനവും തേജസ്കരിക്കപ്പെട്ടതും സമ്പൂർണവുമായ ഒരു ആത്മശരീരമാണ്. ഒരു ആത്മാവ് കല്ലറയിലോട്ട് വന്നിട്ട്
ട്രാൻസ്ഫോം ചെയ്തോ എന്നെനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയല്ല ശരിക്കും. കാരണം യേശുക്രിസ്തു മരിച്ച സമയത്ത് വിശുദ്ധന്മാരുടെ കല്ലറകളിൽ നിന്ന് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർത്തതിന് ശേഷം കല്ലറകളെ വിട്ടു എന്ന് പറയുന്ന ഭാഗം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഭൗതിക ശരീരത്തിൻ്റെ ഒരു പുനർനിർമ്മാണമല്ല ശരിക്കും പറഞ്ഞാൽ ആത്മശരീരം, നമ്മുടെ ഗ്ലോറിഫൈഡ് ബോഡി. അന്നേരം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പുമുണ്ട് എന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമേ ഇതുവരെയും നടന്നിട്ടുള്ളൂ. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ രഹസ്യവരവിൽ നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുണ്ടാകും. യഹൂദന്മാരിലെ സദൂക്യരൊഴികെ മറ്റ് എല്ലാവരും തന്നെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ കാലത്തും പൗലോസിൻ്റെ കാലത്തുമൊക്കെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത നിഷേധികൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും പലരും വിശ്വസിക്കുന്നില്ലല്ലോ. പുനരുത്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുന്നില്ല. പലരും പുനർജനനത്തിലും ഒക്കെയാണ് വിശ്വസിക്കുന്നത്. പല ആളുകൾ ആ രീതിയിലാണ് വിശ്വസിക്കുന്നത്. അടുത്ത ജന്മത്തിൽ ഇന്നാരായിത്തീരും എന്നൊക്കെയുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും സ്ക്രിപ്ചർ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 3 വിഷയങ്ങൾ, 3 ചിന്തകൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, മരിച്ചവരുടെ ഉയർപ്പിനെ സംബന്ധിച്ചുള്ള പ്രതിപാദനം. 2, പുനരുത്ഥാനത്തെ ശരീരത്തെക്കുറിച്ചുള്ള പ്രതിപാദനം. 3, വിശ്വാസിയുടെ പ്രത്യാശ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 1 കൊരിന്ത്യർ 15-ൽ പറയുന്നത്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അപ്പോസ്തലിക സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. 12 തൊട്ട് 34 വാക്യങ്ങളിലെ മരിച്ചവരുടെ ഉയർപ്പ് സംബന്ധമായിട്ടുള്ള പ്രതിപാദനത്തെക്കുറിച്ച് പറയുന്നു. 35 തൊട്ട് 49 വരെയുള്ള വാക്യങ്ങൾ പുനരുത്ഥാനത്തെ ശരീരത്തെക്കുറിച്ചുള്ള ഉപദേശം സംബന്ധിച്ച് പറയുന്നു. 50 തൊട്ട് 58 വാക്യങ്ങളിലെ വിശ്വാസിയുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നു. 4 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് പുനരുത്ഥാന ശരീരത്തെക്കുറിച്ചുള്ള ഉപദേശവും ഇതിനകത്ത് പറയുന്നതിനാലാണ് ഈ 15-ാം അധ്യായം ഇപ്പോഴെടുത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്ത് പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. 12 ശിഷ്യന്മാർക്കും 500-ലധികം പേർക്കും, അതിലെ മിക്ക പേരും അന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്ന ആദ്യത്തെ ഭാഗങ്ങളിലെ 1 കൊരിന്ത്യർ 15-ലെ ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്നതാണ്. അവസാനം അതിനകത്ത് പറയുകയാണ്, അകാല പ്രജ പോലെ അൺടൈംലി ചൈൽഡ് എന്ന് വെച്ചാൽ അകാലത്തിൽ ജനിച്ചവരാണ്. നമുക്കറിയാമല്ലോ, ദമാസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് പൗലോസ് ശൗലിനെ വന്ന് യേശുക്രിസ്തു സന്ദർശിക്കുന്നു. അങ്ങനെ പൗലോസ് ട്രാൻസ്ഫോംഡ് ആവുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് പറയുന്ന അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ അപ്പോസ്തലന്മാരിലുള്ള പ്രേരണ യോഗ്യനല്ല. ദമാസ്കസിലേക്ക് സഭയെ ഉപദ്രവിക്കാൻ പോയപ്പോൾ എനിക്ക് വലിയ വെളിച്ചം വന്നു. ആ വെളിച്ചത്തിൽ വെച്ച് കർത്താവിനെ കാണുവാനായിട്ട് ഇടവന്നു എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ചരിത്രപരമായ തെളിവുകൾ തെളിയിക്കാനായിട്ട് 2 കാര്യങ്ങൾ ഇവിടെ പൗലോസ് പറയുന്നതായിട്ട് കാണാം. 1, ഉയർപ്പിനെ തെളിയിക്കുന്ന തിരുവെഴുത്തുകൾ. 2, ഉയർപ്പിൻ്റെ സാക്ഷികൾ. ഇത് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 3, 4 വാക്യങ്ങളിലെ തിരുവെഴുത്തിൻ പ്രകാരം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഒരുപാട് റെഫറൻസുകളുണ്ട്. തിരുവെഴുത്തുകളിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് തിരുവെഴുത്തുകളിൽ നേരത്തെ പഴയ നിയമത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ യെശയ്യാപ്രവചനത്തിലും എസ്കേലിലും ഒക്കെ അത് പറയുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. എന്നാൽ സാക്ഷികളായിട്ടുള്ളവർ ഉണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ ഉയർപ്പിൻ്റെ സാക്ഷികളായിട്ടുള്ളവർ ഉണ്ട്. ക്രിസ്തു 12-ാം വാക്യത്തിൽ അങ്ങനെ ഇരിക്കെ യേശു ഉയർത്തില്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ഇരുന്ന് പലരും ഇത് പറയുന്നു, അംഗീകരിക്കാൻ പറ്റുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല കമ്മ്യൂണിറ്റികളുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, യേശു കുരിശിൽ കിടന്നപ്പോൾ തന്നെ വേറൊരു രൂപം പ്രാപിച്ചങ്ങ് പോയതാണ്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് കള്ളത്തരമാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ഒരുപാട് തെളിവുകളുണ്ട്.
ഈ എന്താണ്, എനിക്ക് പോലും അവിടെ പോയി വിസിറ്റ് ചെയ്യാനും ഓപ്പണായിട്ടുള്ള ആ കല്ലറ കാണുവാനായിട്ടും ഒക്കെ ഇട വന്നു. എനിക്കും അവിടെ പോകാനായിട്ടൊക്കെയുള്ള കൃപ ദൈവം തന്നു. അതെല്ലാം ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അതായത് പൗലോസ് എപ്പോഴെങ്കിലും പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം യേശുവിൻ്റെ പുനരുത്ഥാനത്തിനെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. 12-ാം വാക്യത്തിലെ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് ചില നിങ്ങൾ പറയുന്നത് അങ്ങനെ. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. 14-ാം വാക്യത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. യേശുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചില്ലെങ്കിൽ മരിച്ചവരുടെ ഉയർപ്പിലും വിശ്വസിക്കാൻ സാധ്യമല്ല. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് പറയുന്ന കാര്യം? 14-ാം വാക്യത്തിൽ 14, 15, 16, 17 വാക്യങ്ങളിൽ ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, വിശ്വാസം വ്യർത്ഥം, ഞങ്ങൾ കള്ളസാക്ഷികൾ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപത്തിലിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഇതെല്ലാം തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനെ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നല്ല. മരിക്കുമെന്ന് പറഞ്ഞല്ല ബൈബിള് അവസാനിക്കുന്നത്. മരണത്തിനും അപ്പുറത്ത് ഒരു ജീവനുണ്ട് എന്ന് പറഞ്ഞാണ് ബൈബിൾ അവസാനിക്കുന്നത്. ശവക്കല്ലറയ്ക്ക് അപ്പുറത്തും ഒരു വിശ്വാസം. മരണം നേരത്തെ പറഞ്ഞ ഒരു വേർപാട് മാത്രം, അതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ പൗലോസ് നിരത്തി, ദൈവവചനവും ജീവനുള്ള സാക്ഷികളെയും നിരത്തി നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ പൗലോസ് പഠിപ്പിക്കുകയാണ്. ഇന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ദൈവവചനവും ജീവനുള്ള സാക്ഷികളും തെളിവായി പൗലോസ് അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 20 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ ഒരു പ്രമാണമാണ് ആദ്യ ഫലം എന്ന് പറയുന്നത്. യഹൂദൻ ആദ്യ ഫലം ആദ്യം എടുക്കുന്നത് തന്നെ ഫലമാണ്. ലേവ്യ പുസ്തകം 20-ന്റെ 10, 11, 15 വാക്യങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന വാക്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം പലതും ഞാനിവിടെ വായിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവുള്ളൂ. ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവരുന്ന ഫലമാണത്. പുരോഹിതൻ ആലയത്തിൽ നീരാജനം ചെയ്യത്തക്ക വണ്ണം കർഷകൻ വയലിൽ നിന്ന് കൊണ്ടുവരുന്നു. അതായത് അത് ആണ് ആദ്യ ഫലം എന്ന് പറയുന്നത്. ഇന്ന് പല സഭകളും ഇങ്ങനെ ഡിനോമിനേഷൻസൊക്കെ ഈ ആദ്യ ഫലം ശേഖരം പോലെ ഇന്നും വിളവെടുപ്പൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലം ആയി മരിച്ചവരിൽ ഉയർത്തിരിക്കുന്നത്. അതായത് ക്രിസ്തുവാണ് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് കാണുന്നു. നേരത്തെ പലരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, എന്നാൽ അവരൊക്കെ വീണ്ടും മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ ആരംഭിച്ച ഒന്നാണ് ഉയർപ്പ്. അന്നേരം ഈ ആദ്യ ഫലം കാണിക്കുന്നത് അതിൻ്റെ പിന്നാലെ ഒരു കൊയ്ത്തുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അന്നേരം പിന്നാലെയുള്ള കൊയ്ത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൽ ആരംഭിച്ച ഈ ഉയർപ്പ്. യേശുവാണ് ആദ്യം ഉയർത്തത്. നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരെല്ലാം ഉയർത്തവരെല്ലാം മരിച്ചുപോയി എന്നുള്ളത്. അന്നേരം ഇതിനകത്ത് പറയുന്നുണ്ട്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. മനുഷ്യൻ മൂലം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ഈ മനുഷ്യൻ മൂലമുള്ള മരണം അങ്ങനെ ആദാം മുഖാന്തരം ഉണ്ടായ മരണം ക്രിസ്തു മുഖാന്തരം ജീവനായി പുനരുത്ഥാനമായി മാറി ജീവിക്കപ്പെട്ടു. അതെങ്ങനെയാണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ. ഓരോരുത്തൻ ആ താന്താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അതായത് ഇതിനകത്ത് കാണുന്ന കാര്യം ഓർക്ക്, ആദ്യം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനിയും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആരാണ്? ഇനിയും ആരാണ്? നമ്മളാണ് ഉയർത്തെഴുന്നേറ്റത്. മരണം ആദ്യം കൊണ്ടുവന്നത് ആദാമാണ്. എന്നാൽ മരണം മാറ്റിയത്, ജീവൻ കൊണ്ടുവന്നത് ക്രിസ്തുവാണ്. ആദാം മുതൽ ക്രിസ്തു വരെ മരണം വാണിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുനരുത്ഥാനം ക്രിസ്തു മുഖാന്തരം ഉണ്ടായി. അതിന് പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പാപം മരണത്താൽ വാണതുപോലെ ആദാമ്യ പാപത്താൽ മരണം വന്നു. മനുഷ്യൻ മൂലം മരണം വന്നു. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു മൂലം
പുനരുത്ഥാനവും വന്നു. ക്ലിയറായി എന്ന് മനസ്സിലാവുന്നു. ആദാം മുഖാന്തരം മരണം വന്നു, ക്രിസ്തു മുഖാന്തരം ജീവനാണ് വന്നത്. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞ ക്രിസ്തു മൂലം ജീവൻ വന്നു, ജീവൻ കൂടി എന്താണ്? പുനരുത്ഥാനം വന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ആദ്യ ഫലം ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അന്നേരം അവൻ്റെ വരവിങ്കൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഇത് നാളെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. നാളെയും അടുത്ത 2 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ഗ്ലോറിഫൈഡ് ബോഡീസിനെ കുറിച്ച് ഉള്ള ചിന്തകളാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം, കേൾക്കണം. നമ്മളെല്ലാവരും ആ ശരീരം പ്രാപിക്കേണ്ടതാണ്. അന്നേരം അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കുക, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ കർത്താവ് വീണ്ടും വരുമ്പോഴേ, അല്ലെങ്കിൽ കർത്താവ് വീണ്ടും വരുമ്പോഴേ നമ്മൾ അവനോടൊപ്പം കാണും എന്നുള്ള വലിയൊരു അഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ മെറ്റനോയ മിനിസ്ട്രീസ് ചാനലുകൊണ്ടും ഒക്കെ ഉദ്ദേശിക്കുന്നതാണ് ഉള്ളിലുള്ള രൂപാന്തരമാണ്. ഉള്ളിലുള്ള രൂപാന്തരം വന്നെങ്കിൽ മാത്രമേ ആത്മാവ് രൂപാന്തരപ്പെടുള്ളൂ. ആത്മാവ് രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മാവ് കർത്താവിനോടൊപ്പം ആവുള്ളൂ. കർത്താവിനോടൊപ്പം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും അതിനോടുണ്ടാവുള്ളൂ. അത് കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടൊപ്പം കാണണമെന്നുള്ള പ്രത്യാശയിൽ ജീവിപ്പാനായി ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഈ നാളുകൾ അതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇതെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കാലിൻ്റെയും കൈയുടെയും ഒക്കെ വേദനയിലെ പ്രയാസത്തിലിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ വരും. കൈ പൊക്കാനായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നവരെ, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരെ ചില ആളുകളെ കാണിച്ചു വരുന്നു. അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായും നമ്മൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ റിലീസ് ചെയ്യും. ദൈവമായ കർത്താവെ, ഈ രാത്രിക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയായിരുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കർത്താവെ ഉള്ള തെളിവുകൾ നിരത്തി പൗലോസ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പഠിപ്പിച്ച് അത് മനസ്സിലാക്കി തെളിവുകൾ നിരത്തി ചെയ്തല്ലോ കർത്താവെ. പ്രത്യേകിച്ച് സ്ക്രിപ്ചറിൽ നിന്നുള്ള തെളിവ്, അതുപോലെ ജീവിക്കുന്ന സാക്ഷികളുടെ തെളിവുകളായിട്ട് അത് നിരത്തി വെച്ച് പ്രൂവ് ചെയ്തല്ലോ ദൈവമേ. ഈ ദിവസങ്ങളിലും ഈ പുനരുത്ഥാനത്തെ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ കർത്താവ്. ഈ ലോകത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എത്ര കഷ്ടമാവുന്നു എന്നറിയുന്നു. ഞങ്ങൾക്ക് സ്വർഗീയമായിട്ടുള്ളൊരു പ്രത്യാശയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നിന്നിലെ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതം ഭാവിയിൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യും, ചിന്തിക്കുകയും പ്രത്യേകിച്ചും സ്ക്രിപ്ചറിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, വിശ്വാസത്തിൽ കൂടുതൽ വളരുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഇത് കേൾവിക്കാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഏതൊക്കെ പ്രയാസങ്ങളുണ്ടെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശരീരത്തിൽ വേദനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൈയുടെ വേദന, കൈ ഉയർത്താൻ വയ്യ, നടക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ട്, ശരീരത്തിലൊക്കെ വേദന, നടുവേദനയായിട്ട് എഴുന്നേൽക്കാൻ വയ്യാതിരിക്കുന്നവരെ, അതുപോലെ പിടിച്ചു നടക്കാനേ പറ്റുള്ളൂ, അത് തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്നവരെ, ഇങ്ങനെയുള്ള കുറേ പേരെ ദൈവം കാണിച്ചു തരുന്നു. ദൈവമേ, ചില ആളുകളെയൊക്കെ അതിൽ നിന്ന് വിടുവിക്കും. ആരെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എഴുന്നേറ്റ് നടക്കുകയും പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു. ഇന്ന് കർത്താവ് അവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ വലിയൊരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വരട്ടെ. വേദനകളൊക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വലിയ കരങ്ങളാലൊന്ന് തൊടണം. ആണിപ്പഴുതുള്ള കരങ്ങളൊന്ന് തൊട്ട് നീ അവരെ സൗഖ്യമാക്കണം. വലിയൊരു വിടുതൽ നീ ഈ ദിവസങ്ങൾ അവർക്ക് കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ എല്ലാവരെയും അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ദയവായിട്ട് അതിനകത്ത് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.